ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് ചുമ്മാ ഒരു ഷോപ്പിംഗ് വ്ളോഗല്ല, ഇന്ന് നമ്മളൊരു വെഡിങ് ഷോപ്പിങ്ങിൻ്റെ വ്ളോഗാണ്. സോ നമ്മളെല്ലാം ഷോപ്പ് ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രത്താണ്. ബിക്കോസ് എൻ്റെ കല്യാണം കഴിച്ച് വിടുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. ആൻഡ് ഇത് ഞാൻ കറക്റ്റായിട്ട് സീറ്റ് പിടിച്ചിടുന്നത് വെയിലടിക്കുന്ന അതേ സ്ഥലത്തായിരുന്നു കേട്ടോ. എനിവേസ് ലുലു എത്തിയതോ ട്രിവാൻഡ്രം എത്തിയതോ ഒന്നും ഞാനും അമ്മയും ഒന്നും അറിഞ്ഞില്ല. ബിക്കോസ് നല്ല സൂപ്പറായിട്ട് ഉറക്കമായിരുന്നു. ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ വെതർ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടത്ത് സിയിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയല്ലോ. അങ്ങനെ ഉറങ്ങി ട്രിവാൻഡ്രം എത്തി. സോ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഒരു 2 or 3 days ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നു, മേടിക്കാനുള്ള എല്ലാം മേടിക്കുന്നു, ആൻഡ് ദെൻ വിൽ കം ബാക്ക്. ഓക്കെ, ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് എൻ്റെ ബർത്ത്ഡേ വരുമായിരുന്നു. സോ എനിക്ക് കുറേ കാര്യങ്ങൾ ബർത്ത്ഡേക്ക് പർച്ചേസ് ചെയ്യാം. കല്യാണ സാരിയൊക്കെ ആണെങ്കിലും എനിക്ക് ബർത്ത്ഡേയുടെ ദിവസം പർച്ചേസ് ചെയ്യാൻ കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടും. ആൻഡ് ഓൾസോ ഞാൻ അപ്പൂസിനെ കണ്ടിട്ട് കുറേ നാളായി, ലൈക്ക് 1.5 months ആയിട്ടുണ്ടായിരുന്നു അപ്പൂസിനെ മീറ്റ് ചെയ്തിട്ട്. സോ അതുകൊണ്ട് അപ്പൂനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലൊക്കെ എത്തി, ചെക്കിനൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ബ്രദർ അതിൻ്റെ പരിപാടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഈ ഒരു ടൈമിൽ അപ്പു ആക്ച്വലി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ജസ്റ്റ് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടു അപ്പുവിനെ, പക്ഷെ അപ്പു എന്നെ കണ്ടില്ല. സോ ഒന്ന് പോയി സർപ്രൈസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ ഓടി ചെല്ലും. അപ്പോൾ എൻ്റെ ഹാർട്ടൊക്കെ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മോർ ദാൻ 1.5 months ആയി ഞങ്ങൾ ആക്ച്വലി മീറ്റ് ചെയ്തിട്ട്. ആളിതിരായിട്ട് എന്നെ കണ്ടിട്ടില്ല. ഞാൻ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബൈക്കിൽ നൈസായിട്ട് ഇറങ്ങിയിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ കാണല്ലേ. പിന്നെ ഇതേ കണ്ടതും എന്നോട് പറഞ്ഞ ഏടി എപ്പോൾ വന്നു എന്നാണ് ചോദിച്ചത്. ഓക്കെ, പിന്നെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി അച്ഛനെയും അമ്മയും അനിയനെയൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറേ സ്നേഹപ്രകടനങ്ങൾ നിങ്ങൾക്ക് പിന്നെ കാണാൻ കിട്ടും കേട്ടോ. സോ ലിഫ്റ്റിലും ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ആക്ച്വലി ഞങ്ങൾ ആ സമയത്ത് പ്ലാൻ ചെയ്തു ലൈക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന്. കാരണം ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. നമുക്ക് ആ ഒരു സമയത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യണം, ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഷോപ്പ് ചെയ്യണം. സോ അങ്ങനെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തു ലൈക്ക് ചെല്ലുക, നമുക്കൊന്ന് ഫ്രഷ് ആവാം, ആൻഡ് ദെൻ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്കാണ് പോകാമെന്ന് വെച്ചാൽ പോവാം. ദെൻ നൈറ്റ് ആകുമ്പോൾ എല്ലാവരും ഒക്കെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരാം, അങ്ങനെയൊക്കെ ഓർത്തു. ദെൻ ഞാനിവരെ ചുമ്മാ ഫോളോ ചെയ്ത് പോവാം. ബിക്കോസ് 2 റൂംസാണ് ആക്ച്വലി എടുത്തിരുന്നത്. ഒന്ന് അമ്മയ്ക്കും അച്ഛനും, പിന്നെ ഒന്ന് എനിക്കും അനിയനും. ഞാൻ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പണ്ടാരം പിടിച്ച് എൻ്റെ മുടി ശരിക്കും സെറ്റാക്കി വെക്കുന്നില്ലായിരുന്നു, സെറ്റായിട്ടിരിക്കുന്നില്ല. ഇതിനൊക്കെ കറക്റ്റ് സമയത്ത് സെറ്റായി ഇരുന്നൂടെ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ വന്നപ്പോൾ ഒരു മുടി ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? എനിവേസ് ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്കൊക്കെ ഒന്ന് വന്നു. ആൻഡ് ഞങ്ങളവിടെ കുറേ നേരമൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം നമ്മളിങ്ങനെ ഹോട്ടൽസിലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു വിൻഡോസ് ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുമല്ലോ. ആ കേർട്ടൻസൊക്കെ ഒന്ന് പയ്യെ മാറ്റി. അങ്ങനെ ഞാൻ കേർട്ടൻസൊക്കെ പയ്യല്ല ഇങ്ങനെ ചെറുപ്പം ഇങ്ങനെ മാറ്റി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി വളരെ ക്ലോസ്ഡ് വ്യൂ ആണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് നമ്മൾ ഇവിടെ അധികം നേരം നമ്മൾ ഇരിക്കാൻ പോകുന്നില്ലല്ലോ, കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമല്ലേ വരുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു സീനും ഇല്ല. അത് കഴിഞ്ഞ് ഞാനും പിന്നെ ചിഞ്ചുവും കൂടെ, അതായത് എൻ്റെ അനിയനും കൂടെ ഞങ്ങളുടെ റൂമിലേക്ക് പോയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമാണ് ആക്ച്വലി ഇഷ്ടപ്പെടുന്നത്. കുറച്ചുകൂടെ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞാണല്ലോ കാണുന്നത്. അപ്പം ഞാൻ ചുമ്മാ ഞങ്ങൾ സംസാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ അപ്പൂനെ എന്തെങ്കിലും ഇങ്ങനെ കൊഞ്ചിക്കുകയെന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ക്യൂട്ടായിട്ട് ചുമ്മാ തമാശക്കൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചിഞ്ചുവിന് സൈഡിലിരുന്നിട്ട് ചിഞ്ചുവിന് ഭയങ്കരമായിട്ട് ക്രിഞ്ചടിക്കും. അപ്പം നമ്മൾ മനഃപൂർവ്വം ഇങ്ങനെ മാക്സിമം ചിഞ്ചുവിനെ ഇങ്ങനെ അനോയ് ചെയ്യും, കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കും ഇങ്ങനെ ചെയ്ത്. അത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഹോബി. അപ്പോൾ ചിഞ്ചു സൈഡിലിരുന്ന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയാണ്. എനിവേസ് നെവർ മൈൻഡ്. പിന്നെ ഞങ്ങൾ തിരിച്ച് അപ്പൂവിന് ജോലിക്ക് കയറണമായിരുന്നു. ജോലിക്ക് ഇടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി വന്ന. സോ അതുകൊണ്ട് തിരിച്ച് പോകാനുള്ള വഴി അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പൂനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ താഴെ. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഇത് ലിഫ്റ്റിലുള്ള പ്രഹസനം. ആൻഡ് ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ അപ്പു പറഞ്ഞു നമുക്ക് ഫസ്റ്റ് താലിമാല മേടിക്കാൻ പോവാം. അതിൻ്റെയൊക്കെ ചെറിയൊരു ഡിസ്കഷനായിരുന്നു ചെയ്യുന്നത്.
പിന്നെ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് റെഡിയായി പോകാൻ വേണ്ടി. അപ്പോൾ ഞാനും ജിഞ്ചും പെട്ടെന്ന് റെഡിയായി. അവർ അമ്മയച്ഛനും കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു. ആൻഡ് ദെൻ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ആൻഡ് എനിക്ക് ഈ സമയത്ത് ആക്ച്വലി തോന്നിയത് ഈ മുടിയൊക്കെ വെട്ടിക്കളയണം. കാരണം ഒന്നാമത് പുറത്തിറങ്ങുമ്പോൾ ചൂടാണ്, അതിൻ്റെ കൂടി ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ പണിയല്ല, എനിക്ക് പറഞ്ഞ പണിയല്ല. സോ റൈറ്റ് നൗ എനിക്ക് എന്താ പറയുക വെട്ടിക്കളയാനാണ് ആക്ച്വലി തോന്നിയത് കേട്ടോ. അയ്യോ പുറത്തേക്ക് അറിയപ്പോൾ കൊള്ളത്തില്ലല്ലോ. സോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ താലിമാല എടുക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് എത്തിയത്. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഇവിടെ വരുന്നത്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാൻ അങ്ങനെ പോയിട്ടില്ല. സോ എല്ലാ അമ്മമാരും, എൻ്റെ മദർ ഇൻ ലോ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, ദെൻ എൻ്റെ നാത്തൂനുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും പറയുന്നൊന്നുമല്ല, എന്താ പറയുക എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇതിന് വലിയ സമയമൊന്നും എടുത്തില്ല ആക്ച്വലി മാല എടുക്കാൻ. അത് എന്താ പറയുക ഒത്തിരി ഡിസൈനിങ്ങിലോ അങ്ങനെയൊന്നും പോയില്ല, ജസ്റ്റ് ഒരു നോർമൽ താലിമാല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കഥകൾ പറയുമല്ല, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുവാണ്. പൊതുവെ ആണുങ്ങൾക്ക് ഷോപ്പിങ്ങിന് വരുമ്പം ഭയങ്കര വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവർ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പെണ്ണുങ്ങളാണല്ലോ ഫ്രണ്ടിലിരുന്നിട്ട് അങ്ങനത്തെ വേണം ഇങ്ങനത്തെ വേണം എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെയാണ് ഈ കാണുന്നത്. ആൻഡ് ബാക്കിൽ അപ്പോ ചിഞ്ചു ഒക്കെ ഉണ്ട്. ആൻഡ് മൈ ക്യൂട്ട് നാത്തൂൻ അവിടെ എന്തോ ക്യൂട്ടായിട്ട് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നു. റൈറ്റ് നൗ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ചിഞ്ചു ആസ് ഓൾവേസ് ഫോണിലാണ്, ബിക്കോസ് എന്താ പറയുക വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെൻ്റെ അമ്മ അപ്പൂസിനോട് എന്തോ കാര്യമായിട്ട് എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തിനാ ഇത് ഫോക്കസ് ചെയ്ത് കേൾക്കുന്നതെന്ന്, എന്ത് കഥയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ അമ്മ ഇരുന്ന്, ഇതാണ് എൻ്റെ മദർ ഇൻ ലോ. ആഹാ ചിരി കണ്ടില്ലേ. ആൻഡ് ദെൻ ആക്ച്വലി ഈ സമയത്ത് ഞങ്ങൾ താലിമാലൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുത്തില്ല ഇതിന്. ആക്ച്വലി ബില്ലിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ഇച്ചിരി ടൈം എടുത്തോളൂ. താലിമാലയൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്ച്വലി സെലക്ട് ചെയ്യാൻ പറ്റി. ഓൾറെഡി അതിന് വലിയ പ്രിഫറൻസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടും ഓക്കെ ഇന്ന് പിന്നെ ഇതെടുത്താൽ മതി എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ താലിമാല എടുത്തു. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. സോ ഇതെൻ്റെ അച്ഛൻ പറയുന്നത് സത്യം അൺസഹിക്കബിളാണ് ഈ ഷോപ്പിംഗ് എന്നാണ് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, കുറച്ച് പോലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ സത്യം പറയട്ടെ, എൻ്റെ അച്ഛനാണ് ഷോപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ്. എൻ്റെ അനിയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അച്ഛന് ഭയങ്കര ക്ഷമയാണ്. പക്ഷേ അന്ന് അച്ഛൻ്റെ ക്ഷമ പെട്ടെന്ന് എന്തോ കെട്ടുപോയി, എഴുതുന്നുവായി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി എങ്ങോട്ടേക്കാണ് പ്ലാൻ എന്നാണ്. കാരണം ഇതിനകത്ത് കയറിയപ്പം വെട്ടമൊക്കെ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി സണ്ണൊക്കെ പോയി, സൺസെറ്റ് ഒക്കെ ആയി. അപ്പം ഞങ്ങൾ ഈ കുഴിമന്തിക്കടയിലേക്ക് വേണം. ഇതിൻ്റെ പേരെന്തരാന്ന് ഞാൻ മറന്നുപോയി. ഇറാനിയൻ ആണോ അൽബാനിയൻ ആണോ എന്താണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഇവിടെ കയറി കുഴിമന്തി വെച്ചു. ആക്ച്വലി ഇവിടെ ഞങ്ങൾ വേറെയും കുറേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഇവിടെ കയറിയത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു 11 മണി കഴിഞ്ഞാണ് ഈ ഷോപ്പ്, അപ്പോഴും ഈ ഷോപ്പ് ഓൺ ആയിരുന്നു. ഓക്കെ, അപ്പം ലാസ്റ്റ് അവിടെ കുഴിമന്തി കഴിക്കാൻ, ഇവിടുത്തെ കുഴിമന്തി നല്ലതാണെന്നും പറഞ്ഞാണ് ഞങ്ങൾ കയറിയത്. കുഴിമന്തി വാസ് ഓക്കെ, വലിയ കുഴപ്പമില്ലായിരുന്നു അത്ര പിന്നെ ഞാൻ പറയാനുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഉടനെ കുറച്ച് പേർക്ക് ക്രിഞ്ചടിക്കും. അപ്പോൾ ക്രിഞ്ചടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയുക ഓരോരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ചുമ്മാ. ഹലോ, അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഭയങ്കര ടയർഡാണ്. എല്ലാം വന്നൊന്ന് കിടന്നാൽ മതി. ഇതാണ് നിങ്ങൾ കണ്ടറിയാം, ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലമേ അല്ല എനിക്കിപ്പോൾ. നാളത്തെ ഇതായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ. 1 eternity later.